ഹായ് എവരി വൺ, ആൽഗോസെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഗ്രാഫ് എന്ന് പറഞ്ഞൊരു ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും കാണുക. ഗ്രാഫ് ഈസ് എ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ്. ഗ്രാഫ് ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. എന്ന് വെച്ചാൽ അറേ ഒക്കെ പോലെ സീക്വൻഷ്യൽ ആയിട്ടല്ല നമ്മൾ ഈ ഡാറ്റ സ്ട്രക്ചറിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ്. ഗ്രാഫിൽ കുറേ വെർട്ടിസസും എഡ്ജസും ഉണ്ട്. ഇതാണ് ഒരു ഗ്രാഫിന് എക്സാമ്പിൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ നോട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ വെർട്ടിസസ് ഉണ്ട്. ഈ വെർട്ടിസസിനെയെല്ലാം നമ്മൾ ഈ ലൈൻസ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ എഡ്ജ് എന്ന് പറയും. ഗ്രാഫിൽ നോട്ട്സ് അല്ലെങ്കിൽ വെർട്ടിസസ് പിന്നെ എഡ്ജസും ഉണ്ട്. രണ്ട് ടൈപ്സ് ഓഫ് ഗ്രാഫ് ഉണ്ട്, ഡയറക്റ്റഡ് ഗ്രാഫും അൺഡയറക്റ്റഡ് ഗ്രാഫും. ഡയറക്റ്റഡ് ഗ്രാഫിലോട്ട് വരുമ്പോൾ ഇവിടെയുള്ള എഡ്ജസിന് ഡയറക്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. ഈ എഡ്ജിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലോട്ടാണ്. ബിയിൽ നിന്ന് എയിലോട്ട് എഡ്ജില്ല, എയിൽ നിന്ന് ബിയിലോട്ട് മാത്രമേ എഡ്ജുള്ളൂ. എയിൽ നിന്ന് ബിയിലോട്ടേ എഡ്ജുള്ളൂ, ബിയിൽ നിന്ന് എയിലോട്ട് എഡ്ജില്ല. സിമിലർലി ഈ എഡ്ജിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഡിയിൽ നിന്ന് ബിയിലോട്ടാണ്, ബിയിൽ നിന്ന് ഡിയിലോട്ട് എഡ്ജില്ല. ഇനി നമുക്ക് അൺഡയറക്റ്റഡ് ഗ്രാഫിലോട്ട് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എഡ്ജസിനൊന്നും ഡയറക്ഷൻ ഇല്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് രണ്ടിടത്തോട്ടും എഡ്ജ് ഉണ്ടെന്ന് പറയാം. എയിൽ നിന്ന് ബിയിലോട്ടൊരു എഡ്ജ് ഉണ്ട്, ബിയിൽ നിന്നും എയിലോട്ടൊരു എഡ്ജ് ഉണ്ട്. കാരണം ഇവിടെ എഡ്ജിന് ഡയറക്ഷൻ ഇല്ല. ഇതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എ എന്ന് പറഞ്ഞാൽ ഈ നോഡിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബിയിലോട്ട് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. ബി എന്ന് പറഞ്ഞാൽ ഈ നോഡിൽ നിൽക്കുകയാണെങ്കിൽ എയിലോട്ട് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും ഈ ഒരു എഡ്ജ് ഉപയോഗിച്ചിട്ട്. അതേസമയം ഈ ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ എയിൽ നിന്ന് നമുക്ക് ബിയിലോട്ട് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും ഈ എഡ്ജ് ഉപയോഗിച്ചിട്ട്. പക്ഷേ ബിയിൽ നിന്ന് എയിലോട്ട് നമുക്കിങ്ങനെ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ എഡ്ജിൻ്റെ ഡയറക്ഷൻ ബിയിലോട്ടാണ്. നമുക്ക് ഡിഗ്രി എന്താണെന്ന് നോക്കാം. ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫിൽ ഇവിടെ ഡിഗ്രി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എഡ്ജസുമായിട്ടാണ് ഈ എ കണക്റ്റഡ് ആയിട്ടുള്ളത്? ഈ രണ്ട് എഡ്ജസുമായിട്ടാണ്. അതുകൊണ്ട് ഡിഗ്രി ഓഫ് എ 2 ആണ്. സിമിലർലി ഡിഗ്രി ഓഫ് ബി നോക്കാം. ഏതൊക്കെ എഡ്ജുമായിട്ടാണ് ബി കണക്റ്റഡ് ആയിട്ടുള്ളത്? ഈ ഒരു എഡ്ജ്, പിന്നെ ഈ ഒരു എഡ്ജ്, പിന്നെ ഈ ഒരു എഡ്ജ്. അത് 3 ആണ്. ഡിഗ്രി ഓഫ് ബി 3 ആണ്. ഡിഗ്രി ഓഫ് ഡി നോക്കുകയാണെങ്കിലോ ഈ ഒരു എഡ്ജ്, ഈ ഒരു എഡ്ജ്, പിന്നെ ഈ ഒരു എഡ്ജ്. ഡിഗ്രി ഓഫ് ഡി 3 ആണ്. ഇനി നിങ്ങളോട് ഡിഗ്രി ഓഫ് ഗ്രാഫ് ചോദിക്കാമെന്ന് വിചാരിച്ചോ. ഡിഗ്രി ഓഫ് ഗ്രാഫ് അന്നേരം ഈ ഒരു ഗ്രാഫിലുള്ള വെർട്ടിസസിൻ്റെ ഡിഗ്രി സം ചെയ്യണം. ഡിഗ്രി ഓഫ് എ പ്ലസ് ഡിഗ്രി ഓഫ് ബി പ്ലസ് ഡിഗ്രി ഓഫ് സി പ്ലസ് ഡിഗ്രി ഓഫ് ഡി പ്ലസ് ഡിഗ്രി ഓഫ് ഇ. ഡിഗ്രി ഓഫ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഡിഗ്രി ഓഫ് വെർട്ടിസസ് ഇൻ ദ ഗ്രാഫാണ്. എല്ലാ വെർട്ടിസസിൻ്റെയും ഡിഗ്രി സം ചെയ്യണം. അന്നേരം നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുക
2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് ആയിരിക്കും. നിങ്ങൾക്കിത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ എത്ര എഡ്ജ് ഉണ്ട്? 1, 2, 3, 4, 5, 6. അന്നേരം 2 ഇൻറ്റു നമ്പർ ഓഫ് എഡ്ജസ് 2 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 12 ആണ്. ഈ ഗ്രാഫിൻ്റെ ഡിഗ്രി 12 ആണ്. ഡയറക്റ്റഡ് ഗ്രാഫിലോട്ട് വരുമ്പോൾ ഇൻ ഡിഗ്രി എന്ന് ഔട്ട് ഡിഗ്രി എന്ന് പറഞ്ഞ 2 ടൈംസ് ഉണ്ട്. ഇൻ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് നിങ്ങൾ എടുക്കുക. നമുക്ക് ബി എന്ന് പറഞ്ഞ ഈ വെർട്ടെക്സ് എടുക്കാം. ഈ വെർട്ടെക്സിലോട്ട് എത്ര എഡ്ജസ് വരുന്നുണ്ട്? ഈ എഡ്ജും ഈ എഡ്ജും 2 എഡ്ജസ് ആണ് ബിയിലോട്ട് വരുന്നത്. അപ്പം ഇൻ ഡിഗ്രി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഔട്ട് ഡിഗ്രി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്ര എഡ്ജസ് ഉണ്ട് ബിയിൽ നിന്ന് പോകുന്നത്? ബിയിൽ നിന്ന് ആകെ ഈ ഒരു എഡ്ജാണ് പുറത്തോട്ട് പോകുന്നത്. അതുകൊണ്ട് ഔട്ട് ഡിഗ്രി ഓഫ് ബി 1 ആണ്. ഇൻ ഡിഗ്രി ഓഫ് ഡി എത്രയാണ്? എത്ര എഡ്ജസ് ഡിയിലോട്ട് വരുന്നുണ്ട്? ഈ ഒരു എഡ്ജാണ് ഡിയിലോട്ട് വരുന്നത്. അതുകൊണ്ട് ഇൻ ഡിഗ്രി ഓഫ് ഡി 1 ആണ്. ഔട്ട് ഡിഗ്രി ഓഫ് ഡിയോ? ഈ എഡ്ജും ഈ എഡ്ജുമാണ് ഡിയിൽ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഔട്ട് ഡിഗ്രി ഓഫ് ഡി 2 ആണ്. നമുക്ക് ഡയറക്റ്റഡ് സൈക്ലിക് ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു ഡയറക്റ്റഡ് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഒരു ഡയറക്റ്റഡ് ഗ്രാഫിൽ സൈക്കിൾ ഉണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റഡ് സൈക്ലിക് ഗ്രാഫ് എന്ന് പറയും. എന്താണ് സൈക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് നിങ്ങൾ ട്രാവേഴ്സ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആ വെർട്ടെക്സിൽ തന്നെ തിരിച്ചെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രാഫിൽ ഒരു സൈക്കിൾ ഉണ്ടെന്ന് പറയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ ഈ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് തുടങ്ങുകയാണ്. അന്നേരം ഞാൻ ആദ്യം ബിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു എഡ്ജ് ഉള്ളതുകൊണ്ട് ഞാൻ ബിയിലോട്ട് പോയി. അത് കഴിഞ്ഞ് ബിയിൽ നിന്ന് എനിക്ക് സിയിലോട്ട് പോകാം. സിയിൽ നിന്ന് എനിക്ക് ഡിയിലോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഒരു പാർട്ടിൽ നമുക്ക് സൈക്കിൾ ഇല്ലെന്ന് പറയാം. ഡി തുടങ്ങിക്കഴിഞ്ഞാൽ ഡിയിൽ തന്നെ ഏതെങ്കിലും ഒരു വഴി എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ആ വഴിയെ നമ്മൾ സൈക്കിൾ എന്ന് പറയും. നമ്മൾ വീണ്ടും ഇവിടെ തുടങ്ങാണ്. ഡിയിൽ നിന്ന് നമ്മൾ ബിയിലോട്ട് ട്രാവേഴ്സ് ചെയ്തു. ഇപ്പം നമ്മൾ ബിയിലെത്തി. ബിയിൽ നിന്ന് നമ്മൾ എയിലോട്ട് ട്രാവേഴ്സ് ചെയ്തു. ഇപ്പം നമ്മൾ എയിലെത്തി. എയിൽ നിന്ന് ഇയിലോട്ട് ട്രാവേഴ്സ് ചെയ്തു. ഇയിൽ നിന്ന് ഡിയിലോട്ട് ട്രാവേഴ്സ് ചെയ്തു. നമുക്ക് ഡി തുടങ്ങിയിട്ട് ഡിയിൽ തന്നെ തിരിച്ചെത്താൻ പറ്റി. അന്നേരം ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഈ ഗ്രാഫിൽ ഈ ഒരു സൈക്കിള് ഉള്ള കൊണ്ട് നമ്മൾ ഈ ഡയറക്റ്റഡ് ഗ്രാഫിനെ ഡയറക്റ്റഡ് സൈക്ലിക് ഗ്രാഫ് എന്ന് വിളിക്കും. അൺഡയറക്റ്റഡ് സൈക്ലിക് ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ഒരു അൺഡയറക്റ്റഡ് ഗ്രാഫ് വിത്ത് സൈക്കിൾ, അതിനെയാണ് നമ്മൾ അൺഡയറക്റ്റഡ് സൈക്ലിക് ഗ്രാഫ് എന്ന് പറയുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു നോഡ് എടുത്താലും നമുക്ക് ആ നോഡിൽ തിരിച്ചെത്താൻ പറ്റും. ഈ ഗ്രാഫിൽ കുറേ സൈക്കിൾസ് ഉണ്ട്. എയിൽ നിന്ന് ബിയിലോട്ട് എല്ലാം, ബിയിൽ നിന്ന് ഡിയിലോട്ട് എല്ലാം, ഡിയിൽ നിന്ന് ഇയിലോട്ട് എല്ലാം, ഇയിൽ നിന്ന് ഇയിലോട്ട് എല്ലാം. ഇവിടെ ഇങ്ങനൊരു സൈക്കിളുണ്ട്. ഇവിടെയും ഒരു സൈക്കിളുണ്ട്. ഈ അൺഡയറക്റ്റഡ് ഗ്രാഫിൽ സൈക്കിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഗ്രാഫിനെ അൺഡയറക്റ്റഡ് സൈക്ലിക് ഗ്രാഫ് എന്ന് വിളിക്കാം. ഗ്രാഫിനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസൻസി മെട്രിക്സും അഡ്ജസൻസി ലിസ്റ്റും. നമുക്ക് ഈ 2 ടൈപ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഇതൊരു ഡയറക്റ്റഡ് ഗ്രാഫാണ്. എഡ്ജസിന് ഡയറക്ഷൻ ഉണ്ട്. ഇതിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഈക്വൽ നമ്പർ ഓഫ് റോസും ഈക്വൽ നമ്പർ ഓഫ് കോളംസും ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമുക്ക് 3 വെർട്ടെക്സ് ആയിരുന്നു
ഉണ്ടായിരുന്നത് ആ 3 വെർട്ടെക്സ് ആയിരിക്കും ഈ അഡ്ജസൻസി മെട്രിക്സിൻ്റെ റോസും കോളംസും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0യും 1ഉം 2ഉം ആയിരുന്നു ഈ ഗ്രാഫിൻ്റെ വെർട്ടിസസ്. അതുകൊണ്ട് നമുക്കിവിടെ 0, 1, 2, 0, 1, 2. 0യിൽ നിന്ന് 1ലോട്ടൊരു എഡ്ജ് ഉണ്ട്. അന്നേരം നമ്മൾ ചെയ്യുക, ഈ 0യും ഈ 1ഉം എടുക്കും. എന്നിട്ട് ഈ എൻട്രിയിൽ 1 ഇടും. ഈ 1 മീൻ ചെയ്യുന്നത് 0യിൽ നിന്ന് 1ലോട്ട് ഒരു എഡ്ജ് ഉണ്ടെന്നാണ്. ഇനി 1ൽ നിന്ന് 2ലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. അതെങ്ങനെയായിരിക്കും നമ്മൾ ചെയ്തുക? 1, 2 ഈ ഒരു ഫീൽഡ് അവിടെ 1 ഇടുക. ഈ 1 മീൻ ചെയ്യുന്നത് 1ൽ നിന്ന് 2ലോട്ട് ഒരു എഡ്ജ് ഉണ്ടെന്നാണ്. ഇവിടെ പിന്നെ 2ൽ നിന്ന് 0ലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. 2ൽ നിന്ന് 0ലോട്ട്. അന്നേരം ഈ ഫീൽഡിൽ 1 ഇടുക. ഈ 1 മീൻ ചെയ്യുന്നത് 2ൽ നിന്ന് 0ലോട്ട് ഒരു എഡ്ജ് ഉണ്ടെന്നാണ്. ഇപ്പം നമ്മൾ എല്ലാ എഡ്ജസും ഈ മെട്രിക്സിൽ ആഡ് ചെയ്തു. 0യിൽ നിന്ന് 1ലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, 1ൽ നിന്ന് 2ലോട്ടൊരു എഡ്ജ് ഉണ്ട്, 2ൽ നിന്ന് 0ലോട്ടൊരു എഡ്ജ് ഉണ്ട്. ബാക്കിയുള്ള ഫീൽഡ്സ് എല്ലാം 0 ആയിരിക്കും. ഈ 1 മീൻ ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് റോ ഇൻഡെക്സും കോളം ഇൻഡെക്സും തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെന്നാണ്. 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എഡ്ജ് ഇല്ലെന്നും. നോർമലി നമ്മൾ ഗ്രാഫിൽ ഇൻപുട്ട് മേടിക്കുക, ആദ്യം നമ്പർ ഓഫ് നോട്ട്സ് മേടിക്കും, അത് കഴിഞ്ഞ് നമ്പർ ഓഫ് എഡ്ജസ് മേടിക്കും. ഞാൻ നമ്പർ ഓഫ് നോട്ട്സിനെ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്പർ ഓഫ് എഡ്ജസിനെ എമ്മും കൊണ്ടും. പിന്നെ എഡ്ജസിൻ്റെ ലിസ്റ്റ് മേടിക്കും. നമുക്ക് ഈ ഗ്രാഫ് എങ്ങനെയാണ് യൂസർ നിന്ന് മേടിക്കുന്നതെന്ന് നോക്കാം. എത്ര നോട്ട്സ് ഉണ്ട് ഈ ഗ്രാഫിൽ? 3 ആയിരിക്കും ഫസ്റ്റ് യൂസർ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് എത്ര എഡ്ജസ് ഉണ്ട്? അതും 3 3 ഡയറക്റ്റഡ് എഡ്ജ് ആണുള്ളത്, അതുകൊണ്ട് ഇവിടെ 3 വന്നു. അത് കഴിഞ്ഞ് എഡ്ജസിൻ്റെ ലിസ്റ്റ് ആയിരിക്കും മേടിക്കുക. 0യിൽ നിന്ന് 1ലോട്ട് ഒരു എഡ്ജ് ഉണ്ട്, അതാണ് 0, 1 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 1, 2 1ൽ നിന്ന് 2ലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. 2, 0 2ൽ നിന്ന് 0ലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. അതാണ് ഇൻപുട്സ് എല്ലാം മീൻ ചെയ്യുന്നത്. ഈ ഇൻപുട്സൊക്കെ യൂസറിൽ നിന്ന് മേടിച്ചിട്ട് എങ്ങനെ അഡ്ജസൻസി മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. n = int ഓഫ് ഇൻപുട്ട്. എത്ര വെർട്ടിസസ് ഉണ്ടെന്ന് യൂസറിൽ നിന്ന് മേടിച്ചു. m = int ഓഫ് ഇൻപുട്ട്. എത്ര എഡ്ജസ് ഉണ്ടെന്ന് യൂസറിൽ നിന്ന് മേടിച്ചു. അഡ്ജസൻസി മെട്രിക്സ് = 0 × n for _ in range of n. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒരു n × n മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തു വിത്ത് ഓൾ എൻട്രീസ് ആസ് 0 ഫോർ i in range of m. u, v = list of map of int input dot split, input dot split. ഇവിടെ നമുക്ക് 2 വെർട്ടെക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടി, പക്ഷെ അത് സ്ട്രിങ് ആയിട്ടാണുള്ളത്. മാപ്പ് ഉപയോഗിച്ച് നമ്മൾ സ്ട്രിങ് ആയിട്ടുള്ള വെർട്ടെക്സിനെ ഇൻറ്റീജറാക്കി മാറ്റി. അത് കഴിഞ്ഞ് ഫൈനലി അതിനെ നമുക്ക് ലിസ്റ്റ് ആയിട്ട് കിട്ടി. അഡ്ജസൻസി മെട്രിക്സ് uv = 1. അഡ്ജസൻസി മെട്രിക്സിൽ യൂത്ത് റോയും വീത്ത് കോളവും നമ്മൾ 1 ആക്കി. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസറിൽ നിന്ന്
0,1 ഇൻപുട്ടായിട്ട് മേടിക്കുകയാണ്. അന്നേരം നമ്മൾ ആദ്യം ഈ 0യും 1നെയും ഈ കോമ ഉപയോഗിച്ച് ഒരു ലിസ്റ്റാക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കും. ആ ലിസ്റ്റിനൊരു പ്രശ്നമുണ്ട്. 0യും 1ഉം സ്ട്രിങ് ആണ്. അതിനെ നമ്മൾ മാപ്പ് ഉപയോഗിച്ച് ഇൻറ്റീജറാക്കി മാറ്റി. എന്നിട്ട് നമുക്ക് ഒരു ലിസ്റ്റിൽ 0യും 1ഉം ഇൻറ്റീജറായിട്ട് കിട്ടി. 0യെ യു എന്നും 1നെ ബി എന്നും പറയാം. അന്നേരം അഡ്ജസൻസി മെട്രിക്സിൽ നമ്മൾ 0, 1 ആക്കി മാറ്റി. അതാണ് ഈ ഒരു പാർട്ടിൽ സംഭവിക്കുന്നത്. നമുക്ക് അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അഡ്ജസൻസി മെട്രിക്സ് വരയ്ക്കാം. ഈ ഒരു ഗ്രാഫ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ഇതിൽ 3 വെർട്ടെക്സാണ് ഉള്ളത്, 0, 1, 2. അതുകൊണ്ട് ഇവിടെ റോയിൽ നമുക്ക് 0യും 1ഉം 2 ഉണ്ട്, കോളത്തിലും 0യും 1ഉം 2 ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0യും 1ഉം തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട്. ഈ എഡ്ജ് അൺഡയറക്റ്റഡ് എഡ്ജാണ്, ഡയറക്ഷന് ഇല്ല. അന്നേരം 0യും 1ഉം തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെന്ന് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. 0, 1 എടുക്കും. അതെന്ന് പറഞ്ഞാൽ ഏതാ ഫീൽഡ്? ഈ ഒരു ഫീൽഡാണ്. ഈ ഫീൽഡിൽ നമ്മൾ 1 ഇടും. ഈ ഒരു എഡ്ജിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 0യും 1 എന്നും പറഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിൽ 1 ഇട്ടു. അത് കഴിഞ്ഞ് 1ഉം 0 എന്നും പറഞ്ഞാൽ ഈ ലൊക്കേഷനിലും 1 ഇടണം. ഈ 1 മീൻ ചെയ്യുന്നത് 0യിൽ നിന്ന് 1ലോട്ട് നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം. 1, 0, 1. ഈ 1 മീൻ ചെയ്യുന്നത് 1ൽ നിന്ന് 0ലോട്ടും നമുക്ക് ട്രാവേഴ്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ എഡ്ജിനെ അഡ്ജസൻസി മെട്രിക്സിൽ വരയ്ക്കണം. 1ൽ നിന്ന് 2ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേസ് ആണ്. അവിടെ 1 ഇടുക. പിന്നെ 2ൽ നിന്ന് 1ലോട്ട്, അത് ഈ ഒരു പ്ലേസ് ആണ്. ഇനി നമുക്ക് 0, 2 വരയ്ക്കണം. 0, 2 എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേസ് ആണ്. അവിടെയും 1 ഇട്ടു. 2, 0 അവിടെയും 1. ബാക്കിയുള്ള പ്ലേസിലെല്ലാം നമ്മൾ 0യും ഇട്ടു. ഈ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 0യും 1ഉം തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെന്നാണ്. ഇതിലുള്ള 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ റോയും ആ കോളവും തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെന്നാണ്. 0 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ റോയും ആ കോളവും തമ്മിൽ എഡ്ജ് ഇല്ലെന്നാണ്. ഇവിടെ നമ്മൾ യൂസറായി നിന്ന് ഇൻപുട്ട് മേടിക്കുക. ഇങ്ങനെ ആയിരിക്കും: നമ്പർ ഓഫ് നോട്ട്സ്, നമ്പർ ഓഫ് എഡ്ജസ്, പിന്നെ എഡ്ജസിൻ്റെ ലിസ്റ്റ്. ഈ ഒരു ഗ്രാഫിനെ എങ്ങനെയായിരിക്കും നമ്മുടെ യൂസറായി നിന്ന് ഇൻപുട്ടായിട്ട് മേടിക്കുക? 3 വെർട്ടെക്സാണ് ഉള്ളത്, 3 എഡ്ജാണുള്ളത്. ഈ 3 എഡ്ജ് അൺഡയറക്റ്റഡ് എഡ്ജാണ്. 0, 1, 1, 2, 2, 0. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. n = int of input, m = int of input. എന്നിൽ നമുക്ക് നമ്പർ ഓഫ് വെർട്ടെക്സ് കിട്ടി, എമ്മിൽ നമുക്ക് നമ്പർ ഓഫ് എഡ്ജസ് കിട്ടി. അഡ്ജസൻസി മെട്രിക്സ് ലിസ്റ്റ് ഓഫ് 0 ഇൻറ്റു n for _ in range of n. ഇവിടെ നമ്മൾ ഒരു n ക്രോസ് n മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാണ്. അതിൻ്റെ എല്ലാ എൻട്രീസും 0 ആണ്. ഫോർ i in range of m, u, v = ലിസ്റ്റ് ഓഫ് മാപ്പ് ഓഫ് ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ് കോമ. നമ്മൾ ഇങ്ങനെയാണ് എഡ്ജസിനെ മേടിക്കുന്നത്. ഇതിനെ ഈ കോമ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വെർട്ടെക്സിനെ നമ്മൾ ഇൻറ്റീജറായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിലെ ഫസ്റ്റ് എൻട്രി യുവും സെക്കൻഡ് എൻട്രി വി യു ആണ്. adjacency matrix of uv = 1, adjacency matrix of vu = 1. നമുക്ക് adjacency ലിസ്റ്റ് എന്താണെന്ന് നോക്കാം.
ആദ്യം നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അഡ്ജസൻസി ലിസ്റ്റ് എന്താണെന്നായിരിക്കും നോക്കുക. ഇവിടെ നമുക്ക് കുറേ വെർട്ടെക്സ് ഉണ്ട്. ഈ വെർട്ടെക്സിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. 3, 4. ഇവിടെ 0-ൽ നിന്ന് ഏതൊക്കെ എഡ്ജസ് ഉണ്ട്? ഈ എഡ്ജും പിന്നെ ഈ എഡ്ജും. ഈ എഡ്ജ് ചെല്ലുന്നത് ഈ 1-ലോട്ടാണ്. അതുകൊണ്ട് അഡ്ജസൻസി ലിസ്റ്റിലെ ഒരു എൻട്രി 1 ആയിരിക്കും. ഈ എഡ്ജ് ചെല്ലുന്നത് ഈ 4-ലോട്ടാണ്. അതുകൊണ്ട് ഈ ലിസ്റ്റിലെ മറ്റൊരു എൻട്രി 4 ആയിരിക്കും. 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിസ്റ്റിലെ നമുക്ക് 1, 4 കിട്ടിയത്. ഇത് മീൻ ചെയ്യുന്നത് 0-ൽ നിന്ന് 1-ലോട്ടൊരു എഡ്ജ് ഉണ്ട്, 0-ൽ നിന്ന് 4-ലോട്ടൊരു എഡ്ജ് ഉണ്ടെന്നാണ്. സിമിലർലി 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലിസ്റ്റ് നമുക്ക് എഴുതാം. ഈ 3 എഡ്ജസ് ആണ് 1-ൽ നിന്ന് ഉള്ളത്. 0, 3, 2. ആ എഡ്ജസ് ചെല്ലുന്നത് 0-ലോട്ടും 3-ലോട്ടും 2-ലോട്ടുമാണ്. ഇനി 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള എഡ്ജസ് ഇത് രണ്ടെണ്ണമാണ്. ഇത് ചെല്ലുക 1-ലോട്ടും 3-ലോട്ടുമാണ്. ഇനി 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 3 എഡ്ജസ് ആണുള്ളത്. അത് ചെല്ലുന്നത് 1-ലോട്ടും 2-ലോട്ടും 4-ലോട്ടുമാണ്. പിന്നെ 4-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എഡ്ജും ഈ എഡ്ജും ഉള്ളത്. അത് ചെല്ലുന്നത് 0-ലോട്ടും 3-ലോട്ടുമാണ്. ഇതിനെ നിങ്ങൾക്ക് ഒന്നുകിൽ ഡിക്ഷണറി ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ 0 ബേസ്ഡ് ഇൻഡെക്സിങ് ആയതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ 5 നോട്ട്സ് ആണ് നമുക്ക് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് അറേ ഉപയോഗിച്ചും അഡ്ജസൻസി ലിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു അറേ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറേയിലെ 0th ഇൻഡെക്സിലാണ് നമുക്ക് 1ഉം 4ഉം ഉള്ളത്. അത് മീൻ ചെയ്യുന്നത് 0 എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്ന് 1-ലോട്ടും 4-ലോട്ടും ഒരു എഡ്ജ് ഉണ്ട്. അതുപോലെ 1 എന്ന് പറഞ്ഞ ഇൻഡെക്സിലാണ് 0, 2, 3 എന്ന് പറഞ്ഞ ഈ ലിസ്റ്റ് ഉള്ളത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1-ൽ നിന്ന് 0-ലോട്ടൊരു എഡ്ജ് ഉണ്ടെന്നും 1-ൽ നിന്ന് 2-ലോട്ടൊരു എഡ്ജ് ഉണ്ടെന്നും 1-ൽ നിന്ന് 3-ലോട്ടൊരു എഡ്ജ് ഉണ്ടെന്നുമാണ്. സിമിലർലി ഫോർ അതർ ലിസ്റ്റ്. നമുക്ക് കോഡ് നോക്കാം. n = int of input, m = int of input. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വെർട്ടിസസ്, m എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ്. ഗ്രാഫ് = empty list for I in range of n. നമ്മൾ n empty ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. for I in range of m, u, v = list of map of int input dot split, u എന്നും v എന്നും പറഞ്ഞ് നമുക്ക് 2 വെർട്ടെക്സ് കിട്ടി. എന്നിട്ട് ഗ്രാഫ് ഓഫ് u ഡോട്ട് അപ്പൻഡ് v. യൂത്ത് ഇൻഡെക്സിൽ നമ്മൾ വിയെ അപ്പൻഡ് ചെയ്തു. എന്ന് വെച്ചാൽ യുവിൽ നിന്ന് വിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ട്. ഗ്രാഫ് ഓഫ് വി ഡോട്ട് അപ്പൻഡ് യു. വിയിൽ നിന്ന് യുയിലോട്ട് മറ്റൊരു എഡ്ജ് ഉണ്ട്. ഇനി ഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ അഡ്ജസൻസി ലിസ്റ്റിലോട്ട് വരുമ്പോൾ ഇവിടെയുള്ള ഓരോ വെർട്ടെക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഈ 0 എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്ന് ഏതൊക്കെ എഡ്ജസ് പുറത്തോട്ട് പോകുന്നുണ്ട്? ഈ ഒരു എഡ്ജ് മാത്രമേ പുറത്തോട്ട് പോകുന്നുള്ളൂ. അതുകൊണ്ട് അഡ്ജസൻസി ലിസ്റ്റിൽ നമുക്ക് 1 മാത്രമേ ഉള്ളൂ. ഇനി ഈ 1ൻ്റെ കേസ് എടുത്ത് നോക്കാം. ഏതൊക്കെ എഡ്ജസ് ഈ 1ൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്? ആകെ ഈ ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 1ൻ്റെ കറസ്പോണ്ടിങ് ലിസ്റ്റിൽ 2 കിട്ടി. ഇനി 2ൻ്റെ കേസിൽ ഏതൊക്കെ എഡ്ജസ് 2ൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട്? ആകെ ഈ ഒരു എഡ്ജേ ഉള്ളൂ. അങ്ങനെ നമുക്ക് 2ൻ്റെ കറസ്പോണ്ടിങ് ലിസ്റ്റിൽ 3 കിട്ടി. ഇനി 3യുടെ കേസിലോ ഈ എഡ്ജും ഉണ്ട്, ഈ എഡ്ജും ഉണ്ട്. 1, 4. ഇനി 4ൻ്റെ കേസിലോ ആകെ ഈ ഒരു എഡ്ജേ ഉള്ളൂ. അങ്ങനെ നമുക്ക് 4ൻ്റെ കറസ്പോണ്ടിങ് ലിസ്റ്റിൽ 0യും കിട്ടി. ഇതിനെ നമുക്ക് ഒന്നുകിൽ ഡിക്ഷണറി ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ
അറേ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ സീറോ ബേസ്ഡ് ഇൻഡെക്സിങ് ആയതുകൊണ്ട് നമ്മൾ അറേ ഉപയോഗിച്ചായിരിക്കും അഡ്ജസൻസി ലിസ്റ്റിനെ എഴുതുക. n ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട്, m ഈക്വൽ ടു ഇൻറ്റ് ഓഫ് ഇൻപുട്ട്, ഗ്രാഫ് ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് എം ഡി ലിസ്റ്റ് ഫോർ i ഇൻ റേഞ്ച് ഓഫ് n. നമ്മൾ n എം ഡി ലിസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഗ്രാഫ് എന്നാണ് ഞാൻ അഡ്ജസൻസി ലിസ്റ്റിന് കൊടുക്കുന്ന പേര്. ഫോർ i ഇൻ റേഞ്ച് ഓഫ് m u, v ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് മാപ്പ് ഓഫ് ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ്, ഗ്രാഫ് ഓഫ് u ഡോട്ട് അപ്പൻഡ് v. യൂത്ത് ഇൻഡെക്സിലുള്ള ലിസ്റ്റിൽ നമ്മൾ വിയെ അപ്പൻഡ് ചെയ്യാണ്. അത് മീൻ ചെയ്യുന്നത് യുവിൽ നിന്ന് വിയിലോട്ട് ഒരു എഡ്ജ് ഉണ്ടെന്നാണ്.